ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 27-ാം വാക്യം. വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 27-ാം വാക്യത്തിൽ വളരെ ക്രമീകൃതമായി ചിട്ടയായി പ്രവർത്തിക്കുന്ന ഒരു ജീവിയെക്കുറിച്ചാണ്, അഥവാ ഒരു പക്ഷിയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് വഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെട്ടുക്കിളിയാണ് ആ പക്ഷി. ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത് നേതാവില്ലാത്ത, നായകനില്ലാത്ത, നിയന്ത്രിക്കുവാൻ ആരുമില്ലാത്ത ഒരു പക്ഷി എന്നാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ദൈവവചനം അനുഷ്ഠിക്കുവാനുള്ള മനസ്സാക്ഷിയുണ്ട്. ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ജീവിക്കുവാനുള്ള ഒരു പ്രേരണയുണ്ട്. അതുകൊണ്ട് അത് അണിയണിയായി, അഥവാ ക്രമീകൃതമായി സഞ്ചരിക്കുന്നു, ജീവിക്കുന്നു. സൃഷ്ടിയിൽ ഏറ്റവും മൂല്യമുള്ള, ദൈവസൃഷ്ടിയിൽ ഏറ്റവും മൂല്യമുള്ള ജീവിയാണ് മനുഷ്യൻ. എന്തുകൊണ്ടെന്നാൽ മറ്റെല്ലാ സൃഷ്ടിയെയും ദൈവം തൻ്റെ വാക്കിനാൽ, തൻ്റെ ശബ്ദത്താൽ വിളിച്ചു വരുത്തിയപ്പോൾ കുറച്ചുകൂടി പ്രാധാന്യത്തോടെ, അഥവാ തൻ്റെ സ്വന്തം കരങ്ങളാൽ മനുഷ്യനെ മെനയുകയാണ് ഉണ്ടായത്. ദൈവ സാദൃശ്യത്തിൽ അവരെ മെനഞ്ഞു. അതുകൊണ്ട് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ക്രമീകൃതമായി, അഥവാ ക്രമത്തിൽ ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ക്രമത്തിൻ്റെ വിപരീത പദമാണ് അതിക്രമം. ഇന്ന് സമസ്ത മേഖലകളിലും അതിക്രമം ചെയ്യുന്നവരെ കാണാൻ സാധിക്കുന്നതാണ്. ഒരു നേതാവില്ലാത്ത ഒരു പക്ഷി പോലും ക്രമീകൃതമായി, അണിയണിയായി, ആരും നിയന്ത്രിക്കാനില്ലെങ്കിലും അതിൻ്റെ യാത്ര തുടരുന്നുവെങ്കിൽ മനുഷ്യരോടായി, ദൈവസൃഷ്ടിയോടായി, ദൈവമക്കളോടായി, ദൈവജനത്തോടായി ദൈവം പറയുന്നത് വെട്ടുക്കിളിയെ നോക്കി പഠിക്കുവാനാണ്. അത് അണിയണിയായി, അഥവാ ക്രമീകൃതമായി സഞ്ചരിക്കുന്നത് പോലെ ഒരു ക്രമം മനുഷ്യ ജീവിതത്തിന് ദൈവം വച്ചിട്ടുണ്ട്. അതെ, ആ ക്രമത്തിൽ ജീവിക്കുവാൻ, ആ ഒരു ജീവിതശൈലി സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധമാണ് ഒന്നാമത് വേണ്ടത്. ദൈവവുമായി ആഴമായി ഒരു ബന്ധമുള്ള മനുഷ്യന് ക്രമീകൃതമായി ദൈവ വചനപ്രകാരം, ദൈവഹിതപ്രകാരം, അഥവാ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യന് ക്രമം കെട്ട് മാത്രമേ നടക്കുവാൻ, ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ വാർത്തകളാണ് നാം ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ദൈനംദിനം കാണുന്നതും കേൾക്കുന്നതും. ദൈവം വിളിക്കുന്നു, അതെ, ക്രമീകൃതമായി, വളരെ ചിട്ടയോടെ, വളരെ ദൈവഭയത്തോടെ മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. പക്ഷികളെ നോക്കി പോലും
നമുക്ക് പഠിക്കുവാനുണ്ട്. സൂക്ഷ്മ ജീവികളെ നോക്കി നമുക്ക് പഠിക്കുവാനുണ്ട്. മറ്റൊരു വചനത്തിൽ പറയുന്നുണ്ട്, മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക എന്ന്. അതേ പ്രിയമുള്ളവരെ, ഓരോ സൂക്ഷ്മ ജീവികളെയും പക്ഷികളെയും ഈ പ്രകൃതിയെ നോക്കിപ്പോലും പഠിക്കുവാൻ, മാതൃകയാക്കുവാൻ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. ആമേൻ, ആമേൻ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! അതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! ആയിരം നാവുകളാലത് വർണ്ണിപ്പതിന്നെഴുതൂ. 10,000-ത്തിങ്കലൊരംശം ചൊല്ലിടുവാൻ ആരില സാധ്യമഹോ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ! അതിശയമേ ദൈവത്തിൻ സ്നേഹം,